താരസംഘടനയായ അമ്മയിലേക്കാണ്. അമ്മയിൽ കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നതാണ്. ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ശ്വേതാ മേനോൻ പുറത്തിറങ്ങി വരികയും രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടും ഒരു അഡ്ഹോക് കമ്മിറ്റീനെ നിയമിച്ചിരുന്നു. അതിൽ ശ്വേതാ മേനോൻ തന്നെ കോടതിയിൽ പോവുകയും അതിൻ്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ശ്വേത തന്നെ വന്നിട്ട് പറയുന്നുണ്ട് താൻ രാജി വെച്ചിട്ടില്ല, തൻ്റെ രാജി നിലനിൽക്കുന്നതല്ല എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. നിലവിലിപ്പോൾ അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്സാപ്പിലൂടെ ഒരു തുറന്ന കത്ത് ശ്വേതാ മേനോൻ പങ്കുവച്ചിരിക്കുകയാണ്. ശ്വേതയുടെ പ്രസിഡൻ്റ് അമ്മയുടെ പ്രസിഡന്റ് ശ്വേതയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ബാക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയ കത്താണ് ഇതിലൂടെ പങ്കുവച്ചിട്ടുള്ള. ആ കത്തിൽ പറയുന്നത് തങ്ങൾക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട്, അപ്പോൾ അത് പ്രവൃത്തി പരിചയക്കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതിനോടെല്ലാവരും സഹകരിക്കണമെന്നാണ് പറയുന്നത്. അതേസമയം ഈ കത്തിൽ വീണ്ടും അവർ തുടരുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ എന്നുള്ള കാര്യങ്ങളൊന്നും ശ്വേത വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഈ കത്ത് പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള കൂടിയിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നടത്തുന്ന ഈ നടപടി കോടതി അലക്ഷ്യമാകില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടിയിട്ട് വരുന്നുണ്ട്. ഇതിലേക്കാണ് അജിംസ്, ശ്വേതാ മേനോൻ മുമ്പ് ഉയർത്തിയ വിവാദങ്ങൾ അല്ലെ ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള കണ്ടിരുന്നു. മറുവശത്ത് അൻസിബ് ഉയർത്തിയ ആരോപണങ്ങളും നിലനിൽപ്പുണ്ട്. ഇപ്പോൾ ആ അൻസിബ് ഉയർത്തിയ ആരോപണങ്ങളും അതിലെ കേസുകളും കെട്ടടങ്ങുകയും അമ്മയിലെ കലഹങ്ങൾ അത്ര ശ്രദ്ധയില്ലാതെ ശ്വേതാ മേനോൻ ഇപ്പോൾ ഇതാ തിരിച്ചു വരുന്നു, വീണ്ടും സജീവമാകുന്ന രീതിയിൽ കൂടിയിട്ട് വരികയും ചെയ്യുന്നു. അതേസമയം ഇപ്പം പുറത്തു വന്ന കത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ എല്ലാവരും ഇല്ല, കുറച്ചുപേർ മാത്രമാണുള്ള. ട്രഷറർ അടക്കം അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടില്ല അവരുടെ കമ്മിറ്റിയിൽ എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഈ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിന് എന്തോ തരത്തിലുള്ള താല്പര്യമുണ്ടെന്ന് വിചാരിക്കാനേ പാടില്ല. എന്താണ് അമ്മയിൽ നടക്കുന്നത് വെച്ചാൽ ആൾക്കറിയില്ല. അമ്മയിൽ എന്താണ്, ശ്വേതാ മേനോൻ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു, ഉടനെ ഒരു അഡ്ഹോക് കമ്മിറ്റി ചുമതലയേൽക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേറ്റത് ശരിയായില്ല പറഞ്ഞ് ശ്വേതാ മേനോൻ വീണ്ടും പോകുന്നു. അഡ്ഹോക് കമ്മിറ്റിയെ കോടതി അത് എതിർക്കുമ്പോൾ പിഷാരടി രാജിവെക്കുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ശ്വേത പ്രസിഡൻ്റാണോ? അല്ല, അത് സബ്ജുഡീസാണ്, കോടതിയിൽ നിൽക്കുന്നൊരു കേസാണ്. നിലവിൽ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടോ? ഇല്ല. ഇപ്പോൾ അമ്മ എന്ന കമ്പനിക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, അഡ്ഹോക് കമ്മിറ്റിയും ഇല്ല, പ്രസിഡൻറ്റും ഇല്ല. ശ്വേതാ മേനോൻ പ്രസിഡൻ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ശ്വേതാ മേനോൻ രാജിവെച്ചതാണ്. അവർ തിരിച്ചു വരാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കത്തിൽ പറയുന്നത്. ഞങ്ങൾ രാജിവെച്ചില്ല, പ്രവർത്തനം തുടരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതെങ്ങനെ പ്രവർത്തനം ഉണ്ടാവുക? അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റു എന്ന് കരുതി ശ്വേതാ മേനോൻ്റെ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം കോടതി അംഗീകരിച്ചിട്ടില്ല. എപ്പോഴും ആ കേസ് നിൽക്കുകയാണ്. ഇപ്പോൾ 27-ാം തീയതി രമേശ് പിഷാരടിയെയും അൻസിബിയെയൊക്കെ കേൾക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അൻസിബി കേസിൽ കക്ഷി ചേരുന്നതിനെക്കുറിച്ച് എതിർത്തുകൊണ്ട് ശ്വേതാ മേനോൻ കോടതി പോയിട്ടുണ്ട്. അതും കേൾക്കാതിരിക്കുകയാണ് 27-ാം തീയതി. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു കത്തയച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും മാപ്രാണം കരയോധൻ്റെ പ്രസിഡൻ്റാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. ഇത് യഥാർത്ഥത്തിൽ അപഹാസ്യമാവുകയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ അപഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇത് അമ്മയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളിലേക്കാണ് പോകുന്നത് ഒരു വശത്ത്. മറുവശത്ത് പൊതുജനത്തെ വെറുപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ ആണ് അമ്മ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്വേതാ മേനോൻ ഉയർന്നിട്ടുള്ളത്. ഒന്ന്, ഒരു സഹപ്രവർത്തകയായ അതിലൊരു അംഗം തന്നെ ജാതി പറഞ്ഞും ജാതിയുമായും വംശീയമായും അധിക്ഷേപിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയുള്ള ഗൗരവമുള്ള വിഷയങ്ങളിൽ പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ടിനി ടോമിനെതിരായിട്ടുള്ള കേസിൽ അയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ടിനി ടോമിനെതിരെ കോടതി പറഞ്ഞിട്ട് കേസെടുത്തിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടാണ് കേസെടുത്തത്. അതിലിപ്പം മുൻകൂർ ജാമ്യത്തിന് പോവുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അമ്മയിലുണ്ടായ പ്രശ്നങ്ങളിൽ ആ സർക്കാർ സ്വീകരിച്ച നിലപാട്, ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി സ്വീകരിച്ച നിലപാടൊക്കെ വലിയ തോതിൽ വിമർശന വിധേയമായതാണ്. ഈ സർക്കാരിനെതിരെ അങ്ങനെ ഒരു വിമർശനവും ഇരുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അൻസിബ ഞാൻ പരാതി കൊടുത്തിട്ട് കേസെടുക്കുന്നില്ല സാർ എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി നേരിട്ട് വിളിക്കുന്നു. ആഭ്യന്തരമന്ത്രി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കേസെടുക്കണോ എന്ന് പറയുമ്പോൾ പോയി പണി നോക്കാൻ പറയുന്നു പോലീസുകാർ. ഞങ്ങൾ എടുക്കില്ല എന്ന് തന്നെ പറയുന്നു. കോടതി പറയേണ്ടി വരുന്നു എടുക്കാൻ, കേസെടുക്കാൻ കോടതി പറയേണ്ടി വരുന്നു. ഓക്കെ, ഇതേ അൻസിബ കൊടുത്ത പരാതിയിൽ കോടതി പറഞ്ഞ് കേസെടുക്കപ്പെട്ട ടിനി ടോം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എടുക്കുകയാണ്. അയാളെ ചോദ്യം ചെയ്യാനോ ഒന്ന് മൊഴിയെടുക്കാനോ പോലും പോലീസ് തയ്യാറാവുന്നില്ല. എന്നിട്ട് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ അടിപൊളിയാക്കി എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിൽ പോയി വിജയനെ കാണുന്നു, കർണാടകയിൽ പോയി DK ശിവകുമാറിനെ കാണുന്നു. മൊത്തം അടിപൊളിയാണ്, ഞാനാണ് ഏറ്റവും സ്റ്റൈൽ മന്ത്രി, അടിപൊളി മന്ത്രി എന്ന് പറഞ്ഞിട്ട് ചെന്നിത്തല നടക്കുകയാണ്. ഇനി സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പോകുന്നു. സുകുമാരക്കുറുപ്പ് ഞാൻ പറയുന്നത്, രമേശ് ചെന്നിത്തല എന്താ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളെ പറ്റിച്ച് ആൾ വിശ്വസിക്കുന്നതാണോ? ഓപ്പറേഷൻ തൂഫാനോ അതൊന്നും കുഴപ്പമൊന്നുമില്ല, മയക്കുമരുന്ന് പിടിക്കണം, അതൊക്കെ ചെയ്യണം, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ പോലീസിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തരമന്ത്രി കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ സർക്കാരിനെതിരെ ആളുകൾ വോട്ട് ചെയ്ത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് അതാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വേറെ ആരുമാണ് പോലീസിനെ ഭരിക്കുന്നത്? രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഭരിക്കാൻ വേണ്ടി ഒരു കേസിൽ FIR ഇടുക എന്നുള്ളത് നിയമപരമായി
സുപ്രീം കോടതി തന്നെ നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ഒരാളൊരു പരാതി കൊടുത്താൽ FIR ഇടണം. പ്രത്യേകിച്ചും സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിൽ, സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്താണ് അതിന് പിന്നെ ഒന്നും നോക്കാനില്ല. ആ പരാതി തന്നെ മൊഴിയായി കണ്ടുകൊണ്ട് FIR ഇടുക എന്നുള്ള FIR ഇടൽ ഒരു നിയമപ്രക്രിയയിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. FIR ഇടാൻ പറ്റില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് മാനനഷ്ട കേസാണെന്നൊക്കെ പറയുന്ന പോലീസ്, മാനനഷ്ട കേസാണെന്ന് ആരാ പറഞ്ഞത്? പോലീസ് പറഞ്ഞു. അതേ വാദം എന്ത് ചെയ്യുന്നു? സർക്കാർ ആവർത്തിക്കുന്നു. ഇതാണ് അവസ്ഥ. എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് കിടക്കരുതെന്നാണ് ആഭ്യന്തരമന്ത്രി അൻസിബയുടെ പറഞ്ഞത്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടാണോ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ കസേരയിൽ ഇരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം അതാണ്. അല്ലാണ്ട് അമ്മ ആര് ഭരിക്കുന്നു, അമ്മയിൽ ആര് പ്രസിഡന്റ് ആവുന്നു എന്നുള്ളതല്ല പ്രശ്നം. അവർ കോടതിയിൽ പോവോ, തമ്മിൽ തല്ലുവോ, കേസ് തീർക്കുമോ, എന്തെങ്കിലും ചെയ്തോട്ടെ. ഇവിടെ ഉണ്ടാകുന്നൊരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. ആ ക്രൈമുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പൊതുജനത്തിന് ഇതിൽ താല്പര്യമുള്ള വിഷയം. യെസ് നിഷാദ്, ഇതിൽ ടിനി ടോം ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്. അതുകൂടിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കാരണമായിട്ടുണ്ടോ? അമ്മയുടെ വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അൻസിബ ഇതിൻ്റെ അകത്ത് തുടർച്ചയായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേറൊരു കേസിൽ അറസ്റ്റ് നടന്നപ്പോഴും അൻസിബ എന്ന് പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ കൊടുത്ത പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് നടപടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ അകത്ത് പോലീസ് ആഭ്യന്തരമന്ത്രിനെ കൂടിയിട്ട് കബളിപ്പിക്കുന്നുണ്ട്. അവർ അല്ലെ അൻസിബ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടികളും ചെന്നിത്തല ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടികളും വ്യത്യസ്തമാണ്. മറ്റൊന്ന്, ഇതിൻ്റെ അകത്ത് കണക്കുകൾ അവതരിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ചെയ്ത് ഇറങ്ങി വരികയും രാജി പ്രഖ്യാപിക്കുകയും ചെയ്ത. അതിലെങ്കിൽ ഒരു തീരുമാനമാകാതെയാണ് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ ടിനി ടോം കോൺഗ്രസ് അനുഭാവിയോ പ്രവർത്തകനോ ആയതുകൊണ്ട് മാത്രമല്ല, സിനിമയെ തൊടാൻ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഒന്ന് വലിയ വ്യവസായമാണ്, വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിനോ CPM-നോ ഒന്നും പറ്റുകയില്ല. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് കേരളത്തിലെ വലിയ വിപ്ലവ പാർട്ടിയായ CPM അതും പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതല്ലേ? എത്ര നാൾ പിടിച്ചുകൊണ്ടിരുന്നു? സജി ചെറിയാൻ എന്ന സാധനം പുറത്ത് വിട്ടപ്പോൾ അതിനകത്ത് നിർണായകമായ വിവരങ്ങളെല്ലാം കീറിക്കളഞ്ഞിട്ടില്ലേ കേരളത്തിൽ തന്നത്? അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അത് ദിലീപിൻ്റെ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഉറക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നോ? അതിനകത്ത് എന്തെങ്കിലും ഒരു പൊസിഷൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ ആരെങ്കിലും വന്നിട്ട് സർക്കാരിൻ്റെ ഫെയിലിയറാണ് എന്ന് പറഞ്ഞത് കേട്ടായിരുന്നു? അങ്ങനെ പറയത്തില്ല. അവർക്ക് അതിൽ തൊടാൻ ആഗ്രഹമില്ല, അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുതന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യം സംഭവിക്കുന്നത്. അത് അൻസിബയുടെ കേസിൽ കേസെടുക്കുക എന്ന് വെച്ചാൽ താരസംഘടനയായിട്ട് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന കമ്മിറ്റിക്കെതിരെ കേസെടുക്കലാണ്. അവരെ സംബന്ധിച്ച് പോസിബിൾ അല്ല, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്, അവർ ചെയ്യത്തില്ല. പിന്നെ മറ്റൊന്ന്, ഈ കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് ഇത്തരം പരാതികളെ കൈകാര്യം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ പോലീസിന് പറ്റും. രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ പെരുമ്പാവൂരിൽ നിന്ന് ഹിന്ദിക്കാരെ പിടിച്ചു കൊടുത്താൽ രമേശ് ചെന്നിത്തല ഹാപ്പിയാണ്. അത് റീലിട്ടാൽ എല്ലാം ആമായി എന്ന് വിചാരിക്കുന്ന ആളുമാണ് അദ്ദേഹം. അപ്പോൾ അത് ചെയ്തു കൊടുക്കും. വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആക്ഷേപിച്ച കുറ്റത്തിന് ആർക്കെങ്കിലും കേസെടുക്കാം, കെ മുരളീധരനെ കളിയാക്കിയെന്ന പേരിൽ കേസെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ മന്ത്രിമാരെ ഹാപ്പിയാക്കി നിർത്തുക. കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു? പിണറായി വിജയനെ കളിയാക്കിയാൽ ഉടനെ കേസ്, പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ച കേസ്, അത് മതിയായിരുന്നു പിണറായി വിജയൻ ഹാപ്പിയാവും. എന്നിട്ട് മറ്റേ കേസിൽ ആവശ്യമുള്ള ഹെയ്റ്റ് സ്പ്രെഡിന് ആവശ്യമുള്ള അനുഭാവം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇവിടെ ശ്വേത വന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള പിഴവുകളെക്കുറിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒന്നാമത്തെ ഏറ്റവും വലിയ പിഴവ് എന്താണ്? അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള, അവരുടെ കമ്മിറ്റിയിലുള്ളതായിട്ടുള്ള ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങേയറ്റം മലീമസമായിട്ടുള്ള ആക്ഷേപം ഒരു സഹപ്രവർത്തകൻ ഉന്നയിച്ചു. ആ പ്രശ്നം കേട്ടില്ല അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല, നടപടി എടുത്തില്ല എന്നുള്ള പ്രശ്നം. അത് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ ഇത് പരിശോധിക്കുന്നുണ്ടോ? ഇതാണല്ലോ ഞങ്ങളുടെ പിഴവുകൾ, അനുഭവക്കുറവ് കൊണ്ടുണ്ടായ ഞങ്ങളുടെ പിഴവുകൾ. അനുഭവക്കുറവുണ്ടായ പിഴവാണെങ്കിൽ ആ പിഴവ് റീവിസിറ്റ് ചെയ്യുന്നുണ്ടോ? അൻസിബയെ വിളിച്ചിട്ട് അവർ പരിശോധിച്ചു വരിക എന്ന് വെച്ചാൽ എന്തോ ചെയ്യുന്നുണ്ടെന്നാണല്ലോ. അൻസിബയെ വിളിച്ചിട്ട് അൻസിബയെ വിശ്വാസത്തിലെടുക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയോ? ഇല്ലല്ലോ. അത് ചെയ്യാതെ പിന്നെ ഏതാണ് കണക്ക് അവതരിപ്പിക്കുന്നതിലെ പ്രശ്നം, അല്ലെങ്കിൽ വാർഷിക കിറ്റ് കൊടുക്കുന്നതിലെ പ്രശ്നം? അതൊക്കെയാണോ പരിഹരിക്കാൻ പോകുന്നത്? അതല്ലല്ലോ. ആത്യന്തികമായി അതിനകത്ത് ഒരു വനിതാ നേതൃത്വം വരുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? അറ്റ്ലീസ്റ്റ് വനിതകളുടെ പ്രശ്നങ്ങൾക്ക്, ഇത്രയും കാലം സിനിമയ്ക്കകത്ത് വനിതകൾ നേരിട്ട പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അതിന് കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമാത്രം വലിയ ജെൻഡർ വിവേചനം സ്ത്രീകൾ സിനിമയ്ക്കകത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ നമ്മുടെ സർക്കാർ പൈസ ഖജനാവിലും ചിലവാക്കിയാണ് ഹേമ കമ്മിറ്റിയെ വെച്ചിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ റിപ്പോർട്ടിനകത്ത് കാണുന്ന കാര്യങ്ങളെ മുൻനിർത്തി നമ്മൾ ഞെട്ടുമ്പോൾ അതിനുശേഷം വരുന്നൊരു കമ്മിറ്റി ഊന്നൽ കൊടുക്കുന്നത് എവിടെയാണ്? സ്ത്രീകളുടെ അന്തസ്സിനല്ലേ ഊന്നൽ കൊടുക്കണ്ടേ? സ്ത്രീകളുടെ അന്തസ്സിന് ഊന്നൽ കൊടുക്കുക. 2, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ തടയാൻ ഊന്നൽ കൊടുക്കുക. അതിനപ്പുറം പോയി ഒരു സ്ത്രീയെ, ഒരു മുസ്ലിം നാമധാരിയെ വർഗീയവാദി എന്ന് വിളിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് അത് ഗുരുതരമായ പ്രശ്നമല്ലേ? ആ പ്രശ്നമല്ലേ അവർ അഡ്രസ്സ് ചെയ്യേണ്ടത്? അതിലല്ലേ പിഴവ് അവർക്കുണ്ടെന്ന് തോന്നുന്നത്? അവർക്ക് തോന്നിയിട്ടില്ലല്ലോ ഇപ്പോഴും ആ പിഴവുണ്ടെന്ന്. അത് തോന്നാൻ എങ്ങനെ ശരിയാവുക?
ഇപ്പോൾ അവർ കത്തയച്ചിരിക്കുന്നു, ആരും ഒന്നും മിണ്ടുന്ന കേൾക്കുന്നില്ല, പുറത്തുനിന്നും അകത്തുനിന്നും മിണ്ടാൻ പലർക്കും പേടി കാണും. കാരണം ശ്വേതാ മേനോൻ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവ് എടുത്തു. എന്താണെന്നറിയാമോ? രമേശ് പിഷാരടിയുമായി അവർ സംസാരിച്ച സംഗതി അവർ പുറത്തുവിട്ടു. ആ പുറത്തുവിട്ടതോടെ സിനിമാ മേഖലയിലെ പല പ്രമാണിമാർക്കും ശ്വേതാ മേനോൻ ഇനി എന്താണ് ചെയ്യാൻ പോവുക എന്ന കാര്യത്തിൽ നല്ല ഭയപ്പാട് കുടുങ്ങിയിട്ടുണ്ടെന്ന് സിനിമക്കാർ തന്നെ പറയുന്നു. കാരണം അവരോട് എതിരാൻ പോയാൽ അവരെന്താണ് പുറത്തുവിടുക, അവരെന്താണ് ചെയ്യാൻ പോവുക എന്ന കാര്യത്തിൽ ഭയപ്പാട് കുടുങ്ങിയ ആളുകൾ പലരും സിനിമയ്ക്കകത്തുണ്ട്. നിശബ്ദമാകുന്നതാണ് നല്ലത്, വെറുതെ നമ്മൾ സീൻ പിടിക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്, ഇത് ആകമാനം നാണക്കേടായിരിക്കുന്നു. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് തന്നെ ഇപ്പം രമേശ് പിഷാരടി അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചു. അയാൾക്ക് അവസാനം എന്താണ് സംഭവിച്ചത്? സോ നമ്മൾക്ക് നമ്മുടെ കാര്യമായിട്ട് പോയാൽ കൊള്ളാം, ഇതിൽ ഇടപെടാൻ പോയാൽ നമ്മൾ നാണം കെടും. കാരണം കാര്യങ്ങൾ അത്രയും വഷളായിരിക്കുന്നു വിചാരിച്ച് മാറി നിൽക്കുന്ന, ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. അതാണ് ഈ ഇപ്പോഴത്തെ ഒരു സൈലൻസിന് കാരണം. ഇവരിപ്പം വിചിത്രമായ നടപടികളിലൂടെ വരികയും ഞങ്ങൾ തുടർന്നും അങ്ങോട്ടും ഇത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾ തുടർന്നും ഈ കമ്മിറ്റിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. കോടതിയിൽ സബ്ജുഡീസായ ഒരു കാര്യം നിൽക്കുമ്പോഴും ശ്വേതാ മേനോൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം വിചിത്രമാണെന്ന് മാത്രമല്ല അപഹാസ്യമായിട്ടുള്ള കാര്യവുമാണ്. അത് തിരുത്താൻ സിനിമയ്ക്കകത്തെ ആളുകൾ, മറ്റ് പ്രത്യേക താല്പര്യങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ അതിനകത്ത് ഇടപെടട്ടെ, അതിനെ നന്നാക്കട്ടെ. ഈ പോക്ക് പോയാൽ അത് വിനാശത്തിലേക്കുള്ള പോക്ക് പോവുകയാണ്. ഈ കോടതി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. എന്തായാലും ഞങ്ങളുടെ പിഴവുകൾ തിരുത്താൻ പോവുകയാണെന്ന ശ്വേതാ മേനോൻ്റെ പ്രഖ്യാപനത്തിൽ തരിമ്പും ആത്മാർത്ഥതയില്ല. ആത്യന്തികമായി അവർ തിരുത്തേണ്ട ആ പ്രശ്നത്തിലേക്ക് അവർ ടച്ച് ചെയ്യുന്നത് പോലുമില്ല. അവരങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ സീരിയസ് പ്രശ്നം പോലീസിന് മുമ്പിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചുള്ളതാണ്. അതിന് ഈ ഗവൺമെൻറ് ഉത്തരം പറയേണ്ടതുണ്ട്. ഗവൺമെൻറ്റിന് സിനിമയിലകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാതിരിക്കാം. ബട്ട് സർക്കാർ എന്ന് വെച്ചാൽ എല്ലാവരുടെയും സർക്കാരാണ്. എൻ്റെയും നിങ്ങളുടെയും അൻസിബയുടെയും എല്ലാം സർക്കാരാണ്. അവിടെ വരുന്ന പരാതിയിന്മേൽ നടപടിയെടുക്കാനും പ്രോപ്പറായി ആക്ട് ചെയ്യാനും ഗവൺമെൻറ് ബാധ്യതയുണ്ട്. അത് ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് ആദ്യത്തെ 1.5 മാസത്തിലെ വലിയ പരാജയങ്ങളിലൊന്നും. ശ്വേതാ മേനോൻ ഇപ്പോൾ പറയുന്ന വാക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കോടതി ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്.